റൂമിൽ കയറിയ ഉടനെ രവി വാതിലടച്ച് കുറ്റിയിട്ടു. അഞ്ജലിക്കും അംബികയ്ക്കും നേരെ തിരിഞ്ഞു. ദേഷ്യം കൊണ്ട് രവിയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. നെറ്റിലെ നീല ഞരമ്പുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. ദേഷ്യം കൊണ്ട് അടിമുടി അയാൾ വിറച്ചു നിന്നു. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. തള്ളയും മോളയും കൂടെ എല്ലാം നശിപ്പിച്ച് കയ്യിൽ തന്നേക്കരുത്. അവർക്ക് നേരെ വിരൽ ചൂണ്ടി അയാൾ അലറി. ഇത്രയും നാളും കഷ്ടപ്പെട്ടത് വെറുതെ ആകും. ഈ കാണുന്നതൊന്നും ഒന്നും രണ്ടും കോടിയുടെ മുതലല്ല. നിങ്ങൾക്കൊന്ന് സ്വപ്നം കാണാൻ കൂടി കഴിയാത്ത അത്രയുണ്ട്. അത് കേട്ട് അമ്മയുടെ കണ്ണൊന്ന് വിടർന്നു. തറവാട് വീടായതുകൊണ്ട് അമ്മ ഇതുവരെ ഇത് ഭാഗം വെച്ചിട്ടില്ല. എല്ലാവർക്കും കൂടി അമ്മ ഭാഗം വെക്കുവാണെങ്കിൽ വെക്കൂ. അല്ലെ ആർക്കും ഈ കാണുന്ന മുതൽ കിട്ടില്ല. എല്ലാം കൂടി നമ്മുടെ പേരിലുള്ള ട്രസ്റ്റിലേക്ക് പോകും. അതിന് ഈ രവിവർമ്മ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. അതിന് തടസ്സമായി ആര് വന്നാലും കൊന്നു തള്ളി ഞാൻ, അയാൾ വീറോടെ പറഞ്ഞു. അങ്ങനെ മറ്റൊരുത്തനും കൊണ്ടുപോകാതിരിക്കാൻ വർഷങ്ങളായി ഞാൻ ഇതിന്റെ പിന്നാലെയുണ്ട്. മുകളിൽ ഒരുത്തൻ കിടപ്പുണ്ടല്ലോ, അവന്റെ അവസ്ഥ വരണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ രണ്ടാളും. ഇതിനിടയ്ക്ക് രണ്ടാളും വന്നാൽ തീർക്കും. ഭാര്യയുടെയും മകളുടെയും സ്ഥാനം ഞാനങ്ങ് മാർക്കും. എനിക്ക് വലുത് ഈ കാണുവൊക്കെയാണ്. രവിയുടെ വാക്കിൽ തറഞ്ഞിരിക്കുമായിരുന്നു അംബികയും അഞ്ജലിയും. ആ, അപ്പോ ഏട്ടനാണോ? കണ്ണനെ. അംബിക വിശ്വാസം വരാതെ അയാളെ നോക്കി. അഞ്ജലിയും അച്ഛനെ നോക്കിയിരുന്നു. ഒരിക്കലും ഇങ്ങനൊരു ഭാവം അവൾക്ക് അപരിചിതമായിരുന്നു. രവി പുച്ഛത്തോടെ ചിരിച്ചു. ഒന്നും മനസ്സിലാവാതെ അഞ്ജലിയും അംബികയും മുഖത്തോട് മുഖം നോക്കി. അതെ, ഞാൻ തന്നെയാ അവൻ ഇങ്ങനെ ആക്കിയത്. അവൻ ജീവനോടെ ഇരുന്ന് അത് എനിക്ക് ദോഷമാണ്. എന്നാൽ മരിക്കാനും പാടില്ല. അതുകൊണ്ട് രണ്ടിനും ഇടയിൽ അവന്റെ ജീവൻ തീരും. മൂത്ത മകന്റെ മകനായിരിക്കും സ്വത്തിൽ കൂടുതൽ കിട്ടുക. അവനെ കൊല്ലാതെ വിട്ടത് അവൻ എന്തെങ്കിലും പറ്റിയാൽ ആ സ്വത്ത് ട്രസ്റ്റിന് പോകും. ഇങ്ങനെ തളർന്നു കിടന്നാൽ അമ്മ ഇതാർക്കും കൊടുക്കില്ല. അവൻ എഴുന്നേൽക്കുന്നത് നോക്കിയിരിക്കും, സ്വത്ത് ഭാഗം വയ്ക്കാതെ. അപ്പോ അവൻ എഴുന്നേറ്റാൽ? അംബിക ഒരു സംശയത്തോടെ ചോദിച്ചു. അതിന് രവി ഉറക്കി ഒന്ന് പൊട്ടിച്ചിരിച്ചു. ആ ചിരി പതിയെ ചുണ്ടിൽ നിന്നും മാഞ്ഞവിടെ പുച്ഛം നിറഞ്ഞു. അവനതിന് എഴുന്നേൽക്കില്ല. ഞങ്ങളതിന് അനുവദിക്കില്ല. ഞങ്ങൾ ആരാച്ചത്? അഞ്ജലിക്ക് ചോദിക്കാതിരിക്കാനായില്ല. അവളുടെ ചോദ്യം കേട്ട് അയാൾ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. എല്ലാത്തിനും കാവൽ നിൽക്കുന്നവൻ, നമ്മളെപ്പോലെ തന്നെ ഈ കാണുന്ന സ്വത്തിന്റെ അവകാശി. ആ നിമിഷം അയാളെന്ന് ചിരിച്ചു. അഹങ്കാരത്തിന് കൊലച്ചിരി. പിന്നെ എനിക്കൊരു പെങ്ങളുണ്ടല്ലോ, അവൾക്കും ഇതിൽ അവകാശമുള്ളതാണ്. പെണ്ണുങ്ങൾക്ക് ഇവിടെ ആരും സ്വത്ത് വീതം കൊടുക്കാറില്ല. പിന്നെ അവളെ കെട്ടിയവനാണ് കൊടുക്കുക. അങ്ങനെ ഇവിടുന്ന് വലിഞ്ഞു കയറി ഒരുത്തനും അനുഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് അവനെയും തീർത്തു ഞാൻ. എന്തായാലും ഭർത്താവ് മരിച്ചത് കൊണ്ട് അവളുടെ വിധം അവൾക്ക് തന്നെ കിട്ടും. അതിന് രവി സമ്മതിക്കില്ല. അവളെയും ഈ കൈ കൊണ്ട് തീർത്തു. അതും പറഞ്ഞ് അയാൾ ജനൽ കമ്പിൽ പിടിമുറുക്കി നിന്നു പുറത്തേക്ക് നോക്കി കത്തുന്ന കണ്ണുകളുമായി. അവിടെയും തീർന്നില്ല. അവൾക്കൊരു മകളുണ്ടെന്നറിഞ്ഞു. ആ നാശം പിടിച്ചവൾ ഇങ്ങോട്ട് വന്നാൽ യാമിനിയുടെ ഭാഗം അവൾക്ക് കിട്ടും. അതിനും സമ്മതിക്കില്ല ഞാൻ. അവളെയും കണ്ടുപിടിച്ച് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വിടും ഞാൻ. ഈ കാണുന്ന എല്ലാം എനിക്ക് വേണം. അയാളൊരു ഭ്രാന്തനെ പോലെ പറഞ്ഞു. അതും പറഞ്ഞ് അയാളൊരു കാറ്റ് പോലെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. രവി പറഞ്ഞത് അത്രയും വിശ്വാസം വരാതെ അംബികയും അഞ്ജലിയും തറഞ്ഞിരുന്ന് കേട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ അച്ഛൻ്റെ മനസ്സിൽ എത്രയൊക്കെ ഉണ്ടായിരുന്നു. അഞ്ജലി അമ്മയെ നോക്കി പറഞ്ഞു. എന്തായാലും അത് നമുക്ക് തന്നെ കിട്ടാനല്ലേ അച്ഛൻ നോക്കുന്നേ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കണം മോളെ. അത് പറയുമ്പോൾ അവിടെ കണ്ണൊന്ന് തിളങ്ങി. പിന്നെ ഇന്ന് തീരുമാനിച്ചതുപോലെ അംബിക പറയും പോലെ അടുത്തിരുന്ന മകൾ തലയാട്ടി. നീ ഇനി നോക്കി കണ്ടു നിന്നോണം. അംബിക അഞ്ജലിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. തുണികളെല്ലാം ഒരുവിധം മലക്കി ഉണങ്ങി അവൾ ബക്കറ്റും കഴുകി അതിൽ വെച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞതും ലക്ഷ്മി മുത്തശ്ശി വിളിച്ച് അങ്ങോട്ട് പോയിരുന്നു. അലക്കി വെച്ചിരുന്ന തുണികളെടുത്ത് അവൾ അടുക്കളയോട് ചേർന്നുള്ള റൂമിലേക്ക് കയറി. സ്റ്റെപ്പിന്റെ അടുത്തേക്ക് ചെന്നതും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി അവൾ ഒരു പേറ്റിയുടെ പതിയെ മുകളിലേക്ക് കയറി. രാവിലെ നടന്ന സംഭവങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നതും ഉള്ളിൽ പേടി നിറഞ്ഞു. ചെറിയൊരു ഭയത്തോടെ അവൾ ഓരോ സ്റ്റെപ്പിലും കാലെടുത്ത് വെച്ചു. ഉള്ളിൽ എന്തോ ഭയം നിറയുന്നത് അവൾ അറിഞ്ഞിരുന്നു. രാവിലെ രാമൻ മാമയുണ്ടായിരുന്നു. ഇപ്പോ താൻ ഒറ്റയ്ക്ക് എങ്ങനെ അങ്ങോട്ട് പോകും? ഒരു നിമിഷം അങ്ങോട്ട് പോകണോ വേണ്ടേന്ന് ഓർത്ത് അവിടെ തന്നെ നിന്ന്. അതോ രാമൻ മാമ വന്നിട്ട് പോയാൽ മതിയോ? അവൾക്ക് ആകെ ഒരു വെപ്രാളം വന്ന് മൂടി. വല്യമ്മ കാണുന്നുമില്ല. അവൾ ഗോവിനിയുടെ മുകളിൽ നിന്ന് കണ്ണുകളൊന്ന് ഓടിച്ചു നോക്കി താഴേക്ക് ഇല്ല. കണ്ടപ്പോൾ ഒരു നിരാശയുടെ മുകളിലേക്ക് പതിയെ കയറി. കയ്യിലിരുന്ന ബക്കറ്റിൽ പിടിമുറുക്കി. അടഞ്ഞു കിടക്കുന്ന വാതിൽ എങ്ങനെ തുറക്കും? ഒരു നിമിഷം അവളൊന്നുകൂടെ ചുറ്റു നോക്കി. പിന്നെ മെല്ലെ വാതിൽ തുറന്ന് തലയിന്നകത്തേക്കിട്ടു പതിയെ നോക്കി. ആ നിമിഷം അവൻ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു. അതവളിൽ നേരിയൊരു ആശ്വാസം നിറച്ചു. വേഗത്തിൽ തന്നെ ട്രീറ്റ്മെന്റ് റൂമിലേക്ക് ഓടിക്കേറി.
വാതിൽ തുറന്ന് ശ്വാസം ഒന്ന് നേരെ വിട്ടു. പിന്നെ കയ്യിലെ ബക്കറ്റ് നിലത്ത് വെച്ച് അതിലുണ്ടായിരുന്ന അലക്കിയ തുണികളും തോർത്തും എല്ലാം എടുത്ത് മടക്കി അവിടെയുള്ള ചെറിയ കബോർഡിൽ വെച്ചു. ബക്കറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് അവൾ വീണ്ടും പുറത്തേക്കിറങ്ങി. ഒരിക്കൽ കൂടി അവനെ നോക്കി അവൾ പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും എന്തോ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. കാരത്ത് പാറി വന്ന ജനൽപ്പാളി വലിഞ്ഞടഞ്ഞ ശബ്ദമായിരുന്നു അത്. അവളുടെ കണ്ണുകൾ പേടിയുടെ അവനിലേക്ക് നീണ്ടു. ഓ ഭാഗ്യം. അവൾ നെഞ്ചിൽ കൈവച്ച് മേലേക്ക് നോക്കി. അവനെ ഒന്നുകൂടെ നോക്കി അതിനടുത്തേക്ക് നടന്നു. ജനലോരം ചെന്ന് അവളുടെ കണ്ണുകളൊന്ന് വികസിച്ചു. സുഖമുള്ള കാഴ്ചകളായിരുന്നു അവിടെ നോക്കിയാൽ കാണുന്നത്. ഇടയ്ക്ക് വീശിയടിക്കുന്ന കാറ്റ് അവളെ തഴുകി കടന്നുപോയി. അവിടെ നോക്കിയാൽ അവിടുത്തെ കുളം കാണാം, തൊട്ടപ്പുറത്ത് കാവ്. അപ്പോ തൻ്റെ മുറിയുടെ മുകൾ നിലയിലാണോ ഈ മുറി? ഒരു നിമിഷം അവളൊന്ന് ഓർത്തു. താഴേക്ക് നോക്കി. നല്ല രസമുണ്ട് കാണാൻ. തൻ്റെ റൂമിൻ്റെ ജനൽ തുറന്ന് കാണുന്ന കാഴ്ചകൾ തന്നെ അവൾ മനസ്സിലോർത്തു. അതേസമയം ശബ്ദം കേട്ട് കണ്ണു തുറന്നവൻ കാണുന്നത് ജനലോരം എല്ലാം മറന്നു നിൽക്കുന്നവളെയാണ്. അവൻ അവളെ ഒഴിഞ്ഞു നോക്കി. കുറച്ചു നേരം അവളിൽ അവൻ കണ്ണു നട്ടങ്ങനെ നോക്കിക്കിടന്നു. കാറ്റിൽ അവളുടെ നീളമുള്ള മുടി പാറി പറന്നുകൊണ്ടിരുന്നു. ഇടത് കൈ കൊണ്ട് മുഖത്തേക്ക് പാറി വീഴുന്ന മുടിയിഴകളെല്ലാം മാടി ഒതുക്കുന്നുണ്ട്. അവളെല്ലാം മറന്നുള്ള നിൽപ്പാണെന്നും അവന് തോന്നി. കയ്യിൽ നിറയെ കുപ്പിവളകൾ, അവയെല്ലാം അവളുടെ കൈയുടെ ചലനത്തിനനുസരിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. കയ്യിൽ നേരിയ തോതിൽ ഒരു ചെറു രോമങ്ങൾ കാണാൻ ഭംഗി തോന്നിച്ചു. കുറച്ചു നേരം അവൻ കയ്യിലെ കുപ്പിവിളകൾ നോക്കിക്കിടന്നു. പച്ചയും ചുവപ്പും കലർന്ന ധാവണിയാണ് അവളുടെ വേഷം. നീളമുള്ള മുടി പിന്നിയിട്ടിരിക്കുന്നു. നെറ്റിലൊരു വട്ടപ്പൊട്ട്. ഒരു സൈഡ് ചെരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവന് ശരിക്കും അവളെ കാണാൻ സാധിച്ചില്ല. കാണാൻ ഭംഗിയുണ്ട്. നിഷ്കളങ്കമായ മുഖം. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തോടെ ഒഴുകി നടന്നു. ഇടയ്ക്ക് കണ്ണുകൾ ചെന്നത് അവളിൽ പതിഞ്ഞു കിടക്കുന്ന കൈപ്പാടുകളാണ്. അത് കാണി അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൾ അവനെ നിന്ന് വെട്ടിത്തിരിഞ്ഞു നോക്കി. അതേ നിമിഷം അവൻ കണ്ണുകളടച്ച് പഴയതുപോലെ തന്നെ കിടന്നു. പിന്നെ അധികം അവിടെ നിൽക്കാതെ ജനലടഞ്ഞു പോകാത്ത രീതിയിൽ താഴെയുള്ള കൊളുത്തു വലിച്ചിട്ട് അവൾ ഒന്നുകൂടെ അവനെ നോക്കി അവിടെ നിന്നും താഴേക്ക് പോയി. അവൾ പോയി എന്നുറപ്പായതും അവൻ മെല്ലെ കണ്ണ് തുറന്ന് അവൾ പോയ വഴിയെ തല ചെരിച്ച് നോക്കി കിടന്നു. റൂമിലെത്തിയപ്പോൾ ആഹാരം കൊണ്ടുവന്ന് വെച്ചിരുന്നു. സമയം നോക്കിയപ്പോൾ 2 മണി കഴിഞ്ഞു. വേഗം ആഹാരം കഴിച്ചവൾ കുറച്ചു നേരം ഒന്ന് കട്ടിൽ പോയി ഒന്ന് നിവർന്നിരുന്നു. തന്റെ സഞ്ചിയിൽ നിന്ന് അമ്മയുടെ സാരി കയ്യിലെടുത്തു. അമ്മയുടേതെന്ന് പറയാൻ അവസാനമുള്ളത് അതായിരുന്നു. മരിക്കുമ്പോൾ ഉടുത്ത സാരി വാശി പിടിച്ചു വാങ്ങി. കുറച്ചു നേരം അത് നെഞ്ചോട് അടക്കി പിടിച്ച് അങ്ങനെ ഇരുന്നു. രാവിലെ മുതൽ ഇപ്പോൾ വരെയുള്ളത് അവൾ ഒന്ന് മനസ്സിലോർത്തു. തൻ്റെ അമ്മയുടെ കുടുംബം. കണ്ണൻ്റെ കിടപ്പറിയാതെ മനസ്സിൽ വന്നതും കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. പിന്നെ വല്യമ്മ പാവാണ്. അതവൾക്കൊരു ആശ്വാസമായിരുന്നു. അഞ്ജലി അവളെൻ്റെ അനിയത്തിയാണ്. അവളുടെ കൈ അറിയാതെ കവളിൽ തേടിപ്പോയി. പിന്നെ അംബിക ചെറിയമ്മയെ ആദ്യം കാണുക. അങ്ങനെ ഓരോന്നും ആലോചിച്ച് അവൾ പതിയെ കട്ടിലേക്ക് ചാഞ്ഞു. ഇന്നിനി പണികളൊന്നുമില്ല, ഇടയ്ക്കൊന്ന് പോയി നോക്കാം. എല്ലാം കൊണ്ടും അവൾ ആകെ തളർന്നു പോയിരുന്നു. എപ്പോഴും കണ്ണുകൾ ഇടഞ്ഞു വന്നു. കവളിൽ ആരുടെ തലോടൽ അറിഞ്ഞ് ഞെട്ടി എഴുന്നേറ്റു. അവരെ നോക്കി പെട്ടെന്ന് ചാടി എണീറ്റു. രാവിലെ നടന്ന സംഭവങ്ങൾ കഴിഞ്ഞ് മുത്തശ്ശി പാർവിനെ കണ്ടിരുന്നില്ല. അവളെ തിരക്കി വന്ന മുത്തശ്ശി കാണുന്നത് ഒരു സാരി നെഞ്ചോട് അടക്കി പിടിച്ച് ചുരുണ്ട് കിടക്കുന്നവളെയാണ്. കുറച്ചു നേരം മുത്തശ്ശി അവളെ നോക്കി അങ്ങനെ നിന്നു. എൻ്റെ യാമിനിയുടെ മോൾ, എൻ്റെ പേരക്കുട്ടി, നിന്നെ ചേർത്ത് പിടിക്കാൻ പറ്റണില്ലല്ലോ എൻ്റെ കുട്ടിയെ. മുത്തശ്ശിയുടെ കണ്ണിൽ കണ്ണുനീരിൻ്റെ നനവ് പടർന്നു. അവളുടെ കിടപ്പ് കണ്ട് മുത്തശ്ശിക്ക് നെഞ്ചൊന്ന് വിങ്ങിയ പോലെ തോന്നി. നീയും ഈ വീട്ടിലെ കുട്ടിയാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ അവർ നിന്നെ വെറുതെ വിടില്ല. ഈ കിളവിക്ക് കണ്ണടയും വരെ എൻ്റെ മോളിലെ ചോര എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവണം. എന്തെല്ലാമോ ഓർത്ത് മുത്തശ്ശി നിറഞ്ഞ കണ്ണുകൾ നേരിയത് കൊണ്ടൊന്ന് മെല്ലെ ഒപ്പി. അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. മുഖത്തേക്ക് നോക്കി. അഞ്ജലിയുടെ കൈയുടെ പാട് മാഞ്ഞിരുന്നില്ല. അത് കാണാൻ മുത്തശ്ശിക്ക് എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നി അഞ്ജലിയോട്. തൻ്റെ ഇളയ മകൻ്റെ ശാപമാണ് ആ 2 ജന്മങ്ങൾ. അവിടെ ശരീരം ഒന്ന് വിറച്ചു. ഏതോ ഒരു സമയത്ത് പറ്റിയ അബദ്ധം. പതിയെ പാർവിൻ്റെ അടുത്തിരുന്ന് മെല്ലെ ഒന്ന് തഴുകി ആ കവളിൽ. മുഖത്തെന്തോ ഇഴയുന്ന പോലെ തോന്നി അവൾ ചാടി എണീറ്റു. മുത്തശ്ശി പതിയൊന്ന് എണീറ്റ് നിന്നു. എന്താ കുട്ടിയെ, ഉറക്കമാണോ? അവളുടെ മിഴികൾ വേഗത്തിൽ ചലിച്ചു. പെട്ടെന്ന് തന്നെ താഴേക്ക് നോക്കി. അത് ഞാൻ ഒന്ന്. എന്തുകൊണ്ടോ അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. താഴേക്ക് തന്നെ നോക്കി നിന്നു. സാരില്ല കുട്ടി, നിനക്കിവിടെ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ? മുത്തശ്ശി അവളുടെ തലയിലോട് തലോടി ചോദിച്ചു. ഇല്ലെന്നവൾ തല കുലുക്കി. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പറയണം കേട്ടോ, മടിക്കരുത്. പിന്നെ അഞ്ജലി മോൾക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്. മോളത് കാര്യമാക്കണ്ട. അതിൻ്റെ കാര്യം അങ്ങനെയാണ്. തള്ളയും മോളും കണക്ക. എൻ്റെ കുട്ടിക്ക് വേദനിച്ചു അല്ലേ? വന്ന ദിവസം തന്നെ. അത് പറയുമ്പോൾ മുത്തശ്ശിക്കൊരു വല്ലായ്മ തോന്നി അവളെ നോക്കാൻ. എന്നാ ശരി കുട്ടി, വിശ്രമിച്ചോളൂ. അതും പറഞ്ഞ് മുത്തശ്ശി മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. മുത്തശ്ശി പോയ വഴിയൊന്ന് നോക്കി അവൾ കട്ടിൽ വന്നിരുന്നു.
പാറിക്കിടന്നിരുന്ന മുടിയെല്ലാം ഒന്ന് മാടി ഒതുക്കി കട്ടിൽ കിടന്ന സാരി എടുത്ത് പഴയ പോലെ ആ കബോർഡിൽ കൊണ്ടുവന്ന് വെച്ചു. ജനാല തുറന്ന് കുറച്ചു നേരം കൂടി ആ മുറിയിലിരുന്നു. എടാ, ഞാനൊരു കാര്യം പറഞ്ഞ. ലക്ഷ്മി ജഗന്നാഥന് ചായ കൊണ്ടുവന്ന് കൊടുത്ത് അവിടെ ഇരുന്നു. പതിയെ അയാളുടെ കയ്യിലൊന്ന് അമർത്തി. പിന്നെ നേരെ ഇരുന്ന് നീണ്ട ഇടതോർന്ന മുടിയെടുത്ത് മുന്നിലേക്കിട്ട് ചെറുതായി അതിൽ വിരലോടിച്ചു. ഏട്ടാ, അത് പിന്നെ. എന്താ ഭാര്യയെ, എന്തേലും പറയാനുണ്ടോ? ഓഫീസിലെ ഫയലുകൾ നോക്കുന്ന തിരക്കിലായിരുന്നു ജഗന്നാഥൻ. അതിനിടയിൽ അയാൾ ചോദിച്ചു. കണ്ണൻ കിടപ്പിലായ ആ സമയം തൊട്ട് ജഗന്നാഥനും ശിവയുമാണ് ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നത്. അതിന്റെ തിരക്കിലാണ് അയാൾ. ഏട്ടാ, നമ്മുടെ പാറുമോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവളുടെ സംസാരം കേട്ട് അയാൾ അവളെ ചെയ്തിരുന്ന ജോലി നിർത്തി ഒന്ന് നോക്കി. അതിന് അവൾ നിങ്ങോട്ട് വന്നതല്ലേയുള്ളൂ. ഇത്ര വേഗം ഇഷ്ടമായോ തനിക്ക്? ആ, ഇഷ്ടായി. അവൾ പരിഭവിച്ച് ഒന്ന് തിരിഞ്ഞിരുന്നു. അതെന്താടോ പെട്ടെന്ന് തനിക്ക് അങ്ങനെ ഒരു തോന്നൽ? കാര്യം മനസ്സിലാവാതെ അയാൾ അവളെ നോക്കി. ഏട്ടന്റെ അനിയത്തി യാമിനിയുടെ മകളാണെന്ന് എങ്ങനെ പറയും ഞാൻ? എന്റെ മകന്റെ പെണ്ണാണെന്ന് എങ്ങനെ പറയുക? ലക്ഷ്മി ഒരു നിമിഷം എന്തോ ഓർത്തിരുന്നു. എന്താടോ ഒരു ആലോചന? അയാൾ അവളെ തോളിലൊന്ന് തൊട്ടു വിളിച്ചു. ആ, എന്താ ഏട്ടാ? ഒരു നിമിഷം അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. വേറൊന്നുമില്ല ഏട്ടാ, എനിക്കെന്തോ ഇഷ്ടമായി, അത്ര തന്നെ. അതും പറഞ്ഞ് അയാളെ ഒന്ന് പാളി നോക്കി ലച്ചു. അയാളൊന്ന് മൂളി. ചായക്കപ്പൊന്ന് സിപ്പ് ചെയ്തു. ഏട്ടാ, അത് പിന്നെ പറയടോ. എന്തായാലും നമുക്കിടയിൽ എന്തിനാ ഇങ്ങനൊരു മുഖവുര? അയാൾ അവൾക്ക് നേരെ ചേരിഞ്ഞിരുന്ന മുഖത്തേക്ക് നോക്കി. അതല്ല ഏട്ടാ, ഒരു മടിയുടെ ലച്ചു ഒന്ന് നിർത്തി. പിന്നെന്താ, ഇന്ന് അഞ്ജലി പാറുവിനെ അടിച്ചത് എനിക്ക് എന്തുകൊണ്ട് സഹിച്ചില്ല. ഏട്ടൻ ആ സമയം മിണ്ടാന്നത് ഒട്ടും ശരിയായില്ല. അവളുടെ മുഖത്ത് സങ്കടം നിഴലിച്ചു. ഞാൻ എന്തേലും മിണ്ടിൽ അത് പിന്നെ ഊതി വിറപ്പിച്ചൊരു വലിയ പ്രശ്നമാക്കും അംബിക. അവൾക്ക് എന്താ കിട്ടുകയെന്ന് ഓർത്ത് നടക്കുക. പിന്നെ നിനക്ക് രവിയുടെ സ്വഭാവം അറിയാലോ. അവനും ആ സമയം ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയും? പിന്നെ അവർക്ക് കൊടുക്കാനുള്ളത് അമ്മയും നീയും കൊടുത്തില്ലേ? പിന്നെന്താ? അവൾ പറഞ്ഞു നിർത്തി ചായ ഒന്നുകൂടെ സിപ്പ് ചെയ്ത് അവൾക്ക് നേരെ ചായക്കപ്പ് നീട്ടി. എനിക്കും ആ കുട്ടിയും ഇഷ്ടമായി. നല്ല ഐശ്വര്യമുണ്ട് കാണാൻ. ആരും ഇരുന്ന് കൃഷ്ണമാമ പറഞ്ഞു. നമ്മുടെ കണ്ണൻ നേരെയായിരുന്നേൽ ആലോചിക്കായിരുന്നു അല്ലേ ലച്ചു? അയാൾ എന്തോ ആലോചനയിൽ പറഞ്ഞു നിർത്തി. ജഗന്നാഥൻ പറയുന്നത് കേട്ട ലക്ഷ്മി അയാളെ കണ്ണും വീശി നോക്കി. താൻ പറയാൻ വന്ന കാര്യം അവൾക്ക് സന്തോഷം മനസ്സിൽ നിറഞ്ഞിരുന്നു. അതിന്റെ ഫലമായി കണ്ണുകളൊന്ന് നിറഞ്ഞു. അത് ജഗത്ത് കാണാതെ ഒന്ന് മുഖം തിരിച്ച് ഒരു വിരൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. മുഖത്തൊരു ചിരി വരുത്താൻ ശ്രമിച്ചു. കയ്യിൽ തണുപ്പ് വീണതറിഞ്ഞ ജഗത്തെ ലച്ചുവിനെ നോക്കി എന്താണെന്ന ഭാവത്തിൽ. ഏട്ടനിപ്പോ എന്താ പറഞ്ഞേ? കേട്ടത് വിശ്വാസം വരാതെ ഇവൾ ഒന്നുകൂടെ ചോദിച്ചു. അതല്ല ലച്ചു, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ അവനെ നോക്കാൻ രാമൻ മാമനോ ഒറ്റയ്ക്ക് പറ്റാത്തത് കൊണ്ടല്ലേ അവളെ കൊണ്ടുവന്നേ. അപ്പോ ഞാൻ നോക്കിയപ്പോ ഒരു ഭാര്യയുടെ കടമേലെ അവളിപ്പോ ചെയ്യുന്നേ. രാമൻ ഒരു ദിവസം എന്തായാലും ആവശ്യത്തിന് പോയാലും ആ കുട്ടി വേണ്ട എല്ലാം നോക്കാൻ. എനിക്കെന്തോ ആ മോളെ അങ്ങ് പിടിച്ചു. അവൾക്ക് കുഴപ്പമില്ലേ? കണ്ണൻ എണീറ്റാൽ അവന് ഇഷ്ടമായാൽ അതങ്ങ് നടത്തും. ആരൊക്കെ എതിർത്ത് പറഞ്ഞാലും അയാൾ ഒരു ഉറപ്പോടെ പറഞ്ഞു. ഏട്ടന്റെ മനസ്സിൽ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടിയോ? ആ നിമിഷം അവൾ ജഗത്തിന് നെഞ്ചിലേക്ക് ചാനും. ഏട്ടാ, കണ്ണന് ചെറിയ മാറ്റങ്ങളൊക്കെയുണ്ട്. നേരെ ഒരു പുഞ്ചിരി ചുണ്ടിൽ തെളിഞ്ഞു. ആടു ഒരു കൈകൊണ്ട് ലച്ചുവിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു അയാൾ പറഞ്ഞു. എന്തായാലും നമുക്ക് ഇപ്പൊ പാറുമോളുള്ള കാര്യം ആരോടും പറയണ്ട. എല്ലാം നേരെയായിട്ട് അമ്മയോട് പറയാം. അമ്മ എതിര് നിൽക്കില്ല. ഇതറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം അമ്മയ്ക്കാകും. അവൾ അയാളെ തല ഉയർത്തി നോക്കി. എന്നാ താൻ ചെല്ലടോ. അതും പറഞ്ഞ അയാൾ മടക്കിയ ഫയലെന്ന് തുറന്നു. അതിലേക്ക് കണ്ണുകൾ പായിച്ചു. ശരിയേട്ടാ. അതും പറഞ്ഞ് ചായക്കപ്പും എടുത്ത് പതി എണീറ്റ് പുറത്തേക്ക് നടന്നു. മനസ്സിലെന്തോ ആശ്വാസം നിറയുന്നത് അവൾ അറിഞ്ഞു. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവളെ ജഗന്നാഥൻ ഒന്ന് വിളിച്ചു. എന്തോ ഓർത്തിട്ടുന്ന പോലെ. അതെ, പിന്നെ ലച്ചു. അയാൾ എന്തോ പറയാൻ വന്നതും അവൾ തിരിഞ്ഞു നോക്കി എന്തെന്ന ഭാവത്തിൽ. എന്തേട്ടാ? തിരിഞ്ഞു പോകാൻ തുടങ്ങിയ ലക്ഷ്മി ഒരു സംശയത്തോടെ ജഗത്തിന്റെ അടുത്തേക്ക് വന്നു. നോക്കിക്കൊണ്ടിരുന്ന ഫയലിൽ നിന്ന് ഒന്ന് മുഖമുയർത്തി അയാൾ ലച്ചുവിനെ നോക്കി. നാളെ രാമേട്ടൻ ആയുർവേദം മഠത്തിൽ പോകും കണ്ണന്റെ മരുന്നുകൾ എടുക്കാൻ. ഇപ്പൊ കൊടുക്കുന്ന മെഡിസിൻ ഇനി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോ നാളെ ഏട്ടൻ ലീവാണോ? ആ, ലീവാണ്. കണ്ണന്റെ കാര്യങ്ങൾ നോക്കണം. രാമൻ നേരത്തെ പോകും. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ അങ്ങോട്ട്. നേരത്തെ പോയാലല്ലേ വേഗം വരൂ. പിന്നെ നാളെ ട്രീറ്റ്മെന്റില്ല. ആ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറയണം ആ കുട്ടിയോട്. പറയേട്ടാ. പിന്നെ ലച്ചു, താൻ നാളെ പാർവിന്റെ കൂടെ ഉണ്ടാവണം. ആ കുട്ടി വന്നതല്ലേ ഉള്ളൂ. കണ്ണന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും അറിയില്ലല്ലോ ആ കുട്ടിക്ക്. പാർവിന്റെ പേര് പറഞ്ഞപ്പോൾ ലച്ചുവിന്റെ കണ്ണൊന്ന് വിടാർന്നു. ചുണ്ടിലൊരു ചിരി സ്ഥാനം പിടിച്ചു. അത് പിന്നെ ഏട്ടൻ പറയണ്ട, ഞാൻ നോക്കിക്കോളാം. എന്റെ മോളുടെ കൂടെ ഞാനുണ്ടാകും. ഒരു ആവേശത്തിൽ ലച്ചു പറഞ്ഞു. എന്താടോ തനിക്ക് ആ കുട്ടിയുടെ കാര്യം പറയുമ്പോ എത്ര സന്തോഷം? ചേക്കത്തുനിന്ന് ആക്കി ലക്ഷ്മിയെ നോക്കി. ഒന്നുമില്ല ഏട്ടാ, ഞാൻ വെറുതെ
ഒരു വളിച്ച ചിരി പാസ്സാക്കി അവൾ ആ മുറി വിട്ട് പുറത്തേക്ക് നടന്നു. ലച്ചു പോകുന്നത് ഒരു ചിരിയോടെ നോക്കിയിരുന്ന ജഗത്ത് മടക്കി വെച്ച് ഫയൽ വീണ്ടും തുറന്ന് അതിൽ മുഖം പൂഴ്ത്തി.